നമുക്കാദ്യം മയോണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, ഒരു വെളുത്തുള്ളി അല്ലി ചെറുതായി നുറുക്കിയത്, ഒരു നുള്ള് ഉപ്പ്, ഒരു ടീസ്പൂൺ പഞ്ചസാര ഇവയിട്ട് ഒന്ന് ചെറുതായിട്ട് അടിക്കുക. അര കപ്പ് സൺഫ്ലവർ ഓയിൽ അല്പാൽപമായി ഒഴിച്ച് അടിച്ചെടുക്കുക. ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുക്കുക. മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. 1.5 കപ്പ് കാബേജ് നുറുക്കിയത്, 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത്, 1/2 കപ്പ് തക്കാളി നുറുക്കിയത്, തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് വേണം നുറുക്കി വെക്കാൻ, 1/2 കപ്പ് സവാള നുറുക്കിയത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മയോണൈസും കൂടി ഇതിലേക്കിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഒരു ബ്രെഡ് എടുത്ത് അതിൽ വെജിറ്റബിൾസ് നിറയ്ക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ബ്രെഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു പാന് ചൂടാക്കി അതിൻ്റെ മുകളിൽ ബ്രെഡ് ഓരോന്നായി നിരത്തി വെക്കുക. വേണമെങ്കിൽ പാനിൻ്റെ മുകളിൽ അല്പം ബട്ടർ തടവാം. ഇതിലിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ചെറുതായിട്ട് ചൂടായതിന് ശേഷം തിരിച്ചിടുക. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതേ അളവ് പ്രകാരം നമുക്ക് 6 സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കാദ്യം മയോണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി